സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ വേണ്ടെന്ന് AISF. സ്വകാര്യവൽക്കരണം വന്നാൽ വിദ്യാഭ്യാസം കച്ചവടച്ചരക്കായി മാറും. സർക്കാർ നിയന്ത്രണത്തിൽ അല്ലാത്തതിനാൽ ഫീസുകൾ ഉയരും. സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തീരുമാനം സർക്കാർ പിൻവലിക്കണം. വിദ്യാർത്ഥി സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടില്ലെന്നും AISF സംസ്ഥാന സെക്രട്ടറി P. കബീർ പറഞ്ഞു. അത് വലിയ രൂപത്തിൽ വിദ്യാഭ്യാസത്തെ കച്ചവട ചരക്കാക്കി മാറ്റുമെന്നുള്ളതിൻ്റെ നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്വകാര്യ സർവകലാശാലകളിൽ വലിയ ഉയർന്ന ഫീസാണ് ഈടാക്കുന്നത്. ഈ ഫീസുമായി ബന്ധപ്പെട്ട് സർക്കാരിന് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് അതെല്ലാം പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത്. യാതൊരു ചർച്ചയും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി ഒരു ചർച്ചയും നടത്താതെ നടത്തുന്ന ഈ മുന്നോട്ട് പോകുന്ന ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അംഗീകാരം നൽകാനുള്ള ഈ തീരുമാനത്തിനെതിരെ AISFന്റെ ശക്തമായ പ്രതിഷേധം അറിയിക്കുക. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. AISFന്റെയും അതുപോലെ തന്നെ CPIയുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ അതെല്ലാം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണല്ലോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ AISFന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ തന്നെ പ്രതികരണം അങ്ങനെയല്ലല്ലോ. സുജ, അതായത് ഈ സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ ഇപ്പോൾ AISF വലിയൊരു സംസ്ഥാനമൊട്ടാകെയുള്ള ഒരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് വരുന്നത്. AISFന്റെ സംസ്ഥാന സെക്രട്ടറി P. കബീറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണവും നടത്തിയിട്ടുള്ളത്. 2024 തന്നെ സർക്കാർ ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നടപടികൾ ആരംഭിച്ച സമയത്ത് തന്നെ കൃത്യമായി ഈ സ്വകാര്യ സർവകലാശാല കേരളത്തിൽ നടപ്പിലാക്കരുത് അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനവുമായി ഇടത് സർക്കാർ മുന്നോട്ട് പോകരുത് എന്ന കാര്യം AISF കൃത്യമായി തന്നെ സർക്കാരിനെ അറിയിച്ചതാണെന്നും ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി തന്നെ ആ വിഷയത്തിൽ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്താനാണ് AISFന്റെ തീരുമാനം. അതായത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു നിലപാടാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതിയാണ് ഈ സ്വകാര്യ സർവകലാശാല എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന അവകാശത്തെ അത് വിദ്യാഭ്യാസം എന്നുള്ള ഒരു കച്ചവട ചരക്കായി ഈ സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ മാറും. അതിനോടൊപ്പം തന്നെ നിരവധി അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെല്ലാം ഈ സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടമാകുമെന്നാണ് AISF പറയുന്നത്. ഇതിനു മുമ്പ് പല പദ്ധതികൾ വരുമ്പോൾ ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആളുകളുമായി സർക്കാർ കൃത്യമായി തന്നെ ചർച്ചകൾ നടത്താറുണ്ട്. പക്ഷേ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടോ യാതൊരു രീതിയിലുള്ള ചർച്ചകൾ നടത്താതെയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും സ്വകാര്യ സർവകലാശാല കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് AISFന്റെ നിലപാട്. ആ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകും. ഉടൻ തന്നെ AISFന്റെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് എപ്പോഴാണ് ഈ പ്രക്ഷോഭവും പ്രതിഷേധവും നടത്തേണ്ടത്, എപ്പോഴാണ് ഈ പ്രക്ഷോഭം ആരംഭിക്കേണ്ടതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ AISFന്റെ സംസ്ഥാന സെക്രട്ടറി P. കബീർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. സർക്കാരിന്റെ നിയന്ത്രണത്തിൽ അല്ലാത്തത് കൊണ്ട് തന്നെ സ്വകാര്യ സർവകലാശാലകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫീസുകൾ നിശ്ചയിക്കാൻ കഴിയും. അത് വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിൽ ബാധ്യതയുണ്ടാക്കും. ഉയർന്ന ഫീസ് നിരക്ക് വരുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ സർക്കാർ ഒരിക്കലും സ്വീകരിക്കുമെന്നാണ് AISF എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നിലപാട്. ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.